ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ തന്നെ വാഴക്കൂമ്പ് വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ നിൽക്കുന്ന കൂമ്പാണ് നമുക്ക് ആദ്യം ഒടിക്കേണ്ടത്. തോരൻ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ സാധനം എന്തായാലും ഒടിക്കണമല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം അത് ഒടിക്കാം. അങ്ങനെ കുറച്ച് പാടുപെട്ടിട്ടാണെങ്കിലും നമ്മൾ സാധനം ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ച് തോരൻ ഉണ്ടാക്കാം. ആദ്യം നമുക്കിതിൻ്റെ മുകളിൽ കാണുന്ന 2-3 പോള പൊളിച്ച് കളയാം. അതിനുശേഷം ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇനി നമുക്കിത് തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി കൊത്തിപ്പൊടിച്ചെടുക്കാം. നമ്മൾ ക്യാബേജ് ഒക്കെ കൊത്തിപ്പിടിക്കത്തില്ലേ, അതുപോലെ തന്നെ നമ്മളിത് കൊത്തിപ്പൊടിച്ചെടുക്കും. അപ്പോൾ നമ്മൾ കൂമ്പെല്ലാം കൊത്തിപ്പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചെറുപയർ കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ചെറുപയറൊക്കെ കഴുകി കുക്കറിനകത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ചെറുപയർ അടുപ്പിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വേവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ ചെറുപയർ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി കുറച്ച് വെളുത്തുള്ളിയും തേങ്ങയും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ചെറുപയർ ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂമ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിനകത്ത് ആഡ് ആക്കി കൊടുക്കാം. ഇനി ഇത് നല്ലോണം നമ്മൾ മിക്സ് ചെയ്യണം. ഉപ്പും ചെറുപയറും കൂമ്പും എല്ലാം ഒന്നിച്ച് നല്ലോണം നമ്മൾ ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഇത് മിക്സ് ആക്കി കൊടുക്കുക. ഇനി നമ്മൾ ചതച്ച് വെച്ചിരുന്ന തേങ്ങയും വെളുത്തുള്ളിയും എല്ലാം കൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ശേഷം നല്ലോണം അത് മിക്സ് ചെയ്യുക. നമ്മൾ ഇട്ട അരപ്പ് എല്ലായിടവും എത്തിച്ചേരുന്ന രീതിയിൽ നമ്മൾ നല്ലോണം അത് ഇളക്കി കൊടുക്കുക. അങ്ങനെ എല്ലാം ഒന്ന് മിക്സ് ആയി വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒന്നുകൂടി മിക്സ് ആക്കി കൊടുക്കുക. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മളുടെ വാഴക്കൂമ്പ് തോരനെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ലേശം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അതിനോടൊപ്പം തന്നെ ഹെൽത്തിയുമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സോ ബൈ.